ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടർ. നമ്മൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി 2027 വേണ്ടി PIBയുടെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സോ വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ബിഫോർ വി സ്റ്റാർട്ട് ഇസ് PIB അല്ലെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലാസ് 1 ആണ്. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IS ഫാക്ടർ വിത്ത് കാരണം ഇതൊരു ഗോൾഡ് മൈൻ ഫോർ UPSC ആണ്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാം. വിത്ത് മീ അർജുൻ ആർ ശങ്കർ. വൈ ഇസ് ഇറ്റ് കോൾഡ് അ ഗോൾഡ് മൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PIBയിൽ വരുന്ന ഒരുപാട് ഗവൺമെൻറ് റിപ്പോർട്ടുകളും പ്രത്യേകിച്ച് പ്രസ് റിലീസ് എന്ന് പറയുമ്പോൾ എല്ലാ മിനിസ്ട്രീസിൻ്റെയും മേജർ ആയിട്ടുള്ള എല്ലാ റിലീസസും ഇറ്റ് കംസ് കംപ്ലീറ്റ്ലി ത്രൂ ദിസ്. ആൻഡ് ഓൾസോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇതിവിടെ ഡിസ്കസ് ചെയ്യാൻ തന്നെ കാരണം UPSCയുടെ ചെയർമാൻ ഈ സോഴ്സസ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് മാത്രമല്ല, ഗവൺമെൻറ് വെബ്സൈറ്റ്സ് ആൻഡ് ഗവൺമെൻറ് പ്രസ് റിലീസ് എന്നുദ്ദേശിക്കുന്നത് PIB ആണ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നോട്ട് ഓൺലി ദിസ്, ഇതിനെ ഒരു MCQ മോഡിലാണ് നമ്മൾ ഇതിൻ്റെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി. സോ ഇത് നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇത് MCQ മോഡിലാകുമ്പോൾ ഒരു ക്വസ്റ്റിന് ശേഷം നമ്മളൊരു മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റിനും കൂടെ ജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഗോ അഹെഡ് വിത്ത് ദിസ് സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു PIB ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനും ഇങ്ങനെയൊക്കെ ഏരിയാസ് വളരെ കൃത്യമായിട്ട് പ്രിലിംസിൻ്റെ PYQ അനാലിസിസ് വെച്ചിട്ട് ഇനി 2027 നാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ഫീൽ ദാറ്റ് ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിച്ചത് എന്നുള്ള ഒരു സംശയം ഇനി ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രയും അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് PIBയുടെ ആർട്ടിക്കിൾസ് നിന്ന് കിട്ടും. സോ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഇസ് സോഴ്സ്ഡ് ഫ്രം PIB. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ഏരിയ ടോപ്പിക്കിലേക്ക് പോകാം. അതൊരു ക്വസ്റ്റ്യൻ മോഡിൽ നമുക്ക് എടുക്കാം. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഇതാണ്. വിത്ത് റെഫറൻസ് ടു CGDA. വിത്ത് റെഫറൻസ് ടു CGDA, ഇതിൽ എന്താണ് CGDA എന്ന് പറയുന്ന കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന CGDA. ഇങ്ങനത്തെ പ്രാവശ്യം ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് PYQയിൽ ചോദിച്ചിട്ടുണ്ട്. where they very particularly ask you about a particular government agency. അപ്പോൾ ഇതിൽ the DAD എന്ന് പറയുന്ന ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് is constitutionally responsible for the external audit of defense expenditure on behalf of CAG. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ CGDA അഥവാ DAD എന്ന് പറയുന്ന ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, the CAG-DAD provides financial services exclusively to the Army, Navy and Air Force. അതും അപ്പോൾ CGDA എന്താണെന്ന് അറിയണം. ആൻഡ് CGDA എന്ന് പറഞ്ഞാൽ കൂടുതലും പെൻഷനും ഫാമിലി പെൻഷനും ഗ്രാറ്റുവിറ്റിയും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ is not only for defense but it also serves linked such as Indian Coast Guard, DRDO ആൻഡ് BROയ്ക്ക് വേണ്ടിയും ഇത്തരം പെൻഷനും കാര്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. സോ CGDA എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ആർമിക്ക് വേണ്ടിയാണ്, പക്ഷേ എന്നാൽ ഈ കോസ്റ്റ് ഗാർഡും ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കോൺട്രഡിക്ടറി സാധനങ്ങൾ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ക്ലൂവും. സോ ഐ തിങ്ക് ദാറ്റ് വാസ് ദ ക്ലൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ഓൺലി, ഒബ്വിയസ്ലി 3 ഓൺലി ആണ്. കാരണം ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി റെസ്പോൺസിബിൾ ഫോർ എക്സ്റ്റേണൽ ഓഡിറ്റ് ഓൺ ബിഹാഫ് ഓഫ് CAG, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണലി അല്ല, ഇറ്റ്സ് എ സെപ്പറേറ്റ് തിങ്. ഇത് എക്സ്ക്ലൂസീവ് ടു ആർമി, നേവി, എയർഫോഴ്സ് അല്ലല്ലോ. കാരണം ഇവിടെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, DRDOയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്കും അത് കൊടുക്കുന്നുണ്ട്. സോ നോട്ട് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അല്ല CGDA ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ കീ ആസ്പെക്ട് ഓഫ് ദിസ്. അപ്പോൾ എന്താണ് CGDA എന്ന് പറയുന്നത്? ഇങ്ങനെയാണ് ഇപ്രാവശ്യത്തെ PIBയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഗസ്റ്റ് 1 അൽക്ക നാംഗി അറോറ ടേക്സ് ആസ് ദ കൺട്രോളർ ജനറൽ. കാരണം ഈ പൊസിഷൻസ് എല്ലാം ഓൺ ചെയ്യുന്നത് കണ്ടോ, ഇന്ത്യൻ ഡിഫൻസ് IDES ആണ്. ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ് സിവിൽ സർവീസിൽ കിട്ടുന്നവരാണ് ഇത് കൂടുതലും ഓണപ്പ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനകത്തുനിന്ന് ചോദിച്ചത്. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ CGDA ഒന്നും ഐ ഡോണ്ട് തിങ്ക് CGDA DAD ഒന്നും നമ്മൾ അങ്ങനെ പേപ്പറിലൊന്നും കാണാൻ ചാൻസ് ഇല്ല. സോ ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. സോ ഇത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന സംഭവമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, ഓഡിറ്റ്, ഫിനാൻഷ്യൽ അഡ്വൈസ്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇത്. 250ഓളം വർഷം പഴക്കമുണ്ട്. അതായത് അക്കൗണ്ട്സ് കാര്യങ്ങൾ എല്ലാം അഡ്വൈസ് എല്ലാം കൊടുക്കുന്ന ഒരു ഏജൻസിയും കൂടെയാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും.
സോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇവരുടെ ആർമി ഡിഫൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അലവൻസ്, പെൻഷൻസ്, ഫാമിലി പെൻഷൻസ്, ഗ്രാറ്റുവിറ്റി, എക്യുപ്മെന്റ്, സർവീസ്, കൺസ്ട്രക്ഷൻ, കോൺട്രാക്ട്, പ്രൊക്യൂർമെന്റ്, പേയ്മെന്റുകളെല്ലാം ഇത് ചെയ്യുന്നതാണ്. ഇതിന്റെ അക്കൗണ്ടിങ്ങും എല്ലാം ചെയ്യുന്നത് ഡിഫൻസിന്റെ പ്രധാനപ്പെട്ട ഡിഫൻസിന്റെ അക്കൗണ്ട്സ് ചാർജ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ, കൺസോളിഡേറ്റഡ് അക്കൗണ്ട്സ്, ഇതിന്റെ എക്സ്പെൻഡിച്ചർ, ഡിഫൻസ് എല്ലാം അക്കൗണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസിയും കൂടാണ്. ഇന്റേണൽ ഓഡിറ്റും ഇതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യും. കറക്റ്റ് ആയിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് അതേപോലെ ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കും. അതാണ് IFA എന്ന് പറയുന്നത്. ഈ CGDയുടെ IFA ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത് മിലിറ്ററി കമാൻഡ്സിനും കോപ്സിനും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള അഡ്വൈസും കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ പ്രധാന ഇന്റേണൽ ഓഡിറ്റ്, പേയ്മെന്റ്, അഡ്വൈസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ അവിടെ പ്രത്യേകം ഓർത്തു വെക്കണം. ദർ ഇസ് സംതിങ് കോൾഡ് സ്പർശ്. ഇതും വേണമെങ്കിൽ പ്രിലിംസിനൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. സ്പർശ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പെൻഷൻ സിസ്റ്റമാണ്. ഡിഫൻസിന്റെ ഒരു സിസ്റ്റമാണ് സ്പർശ് എന്ന് പറയുന്നത്, സ്പർശ് പെൻഷൻ സിസ്റ്റം. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും CGDA എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ PIBയിൽ നിന്നും പഠിക്കാനുണ്ടായിരുന്നു. സോ ഐ തിങ്ക് വിത്ത് ദാറ്റ് I'll also give you a mains question here. അത് കുറച്ചുകൂടെ ഒരു നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇത് നോട്ട് ചെയ്ത് പിന്നെ സമയം കിട്ടുമ്പോൾ എഴുതിയാലും മതി. Distinguish between the internal audit performed by the defense accounts departments and the constitutional audit exercised by the CAG of India. അപ്പോൾ ഡിഫൻസ് ഓഡിറ്റും CAG ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ട്ലി അങ്ങല്ല. അപ്പോൾ ഡിഫൻസും ഓഡിറ്റും ഇതൊക്കെയാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത്. സോ അതാണ് CGDയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എങ്ങനെയാണ് നമ്മുടെ PIB സമ്മറിയിൽ നമ്മൾ എന്ത് രീതിയിലാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ധാരണ മനസ്സിലായി കാണും. ഐ എം ഷുവർ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. വി ഹാവ് മോർ സച്ച് ഇൻട്രസ്റ്റിംഗ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത PIB ബേസ്ഡ് ക്വസ്റ്റ്യന് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഹിയർ വി ഗോ. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് DARE. How many of you have even heard about this organization called DARE? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന DARE. നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. DARE 1973 കൊണ്ടുവന്നു. ഇറ്റ് ഫംഗ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഇതിൽ ആകെ സംശയമുള്ളത് വർഷം മാത്രമായിരിക്കും, ബാക്കി എന്തായാലും അഗ്രിയുടെ സ്ഥാനം അഗ്രിയുടെ കീഴിലായിരിക്കും. ഇറ്റ് ഈസ് ദി അപെക്സ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ കോർഡിനേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് അഗ്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ ഇറ്റ്സ് എൻ അപെക്സ് ബോഡി. അഗ്രി റിസർച്ചിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് DARE ആണ്, ഇറ്റ് കൺട്രോൾസ് ഐക്കർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പോലത്തെ ഐക്കറിനെ കൺട്രോൾ ചെയ്യുന്നത് DARE ആണ്. അതുപോലെ അതും മാത്രമല്ല, ഇന്ത്യസ് നോഡൽ ഏജൻസി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് കോർപ്പറേഷൻ ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ അഗ്രി റിസർച്ചിന്റെ നോഡൽ ഏജൻസിയും കൂടെയാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആണെങ്കിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, 3 സ്റ്റേറ്റ്മെന്റ്സും ആബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. കാരണം ഇതെല്ലാം DAREന്റെ ഫംഗ്ഷൻസ് ആണ് എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ സത്യം. ഇതെല്ലാം DAREന്റെ ആക്ടിവിറ്റീസ് തന്നെയാണ്. സോ 1, 2, 3 എന്ന് പറയുന്നത് തന്നെയാണ് ആൻസർ. 1973 വന്നു. മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറിലാണ്, അപെക്സ് ബോഡിയാണ്. അതുപോലെ തന്നെ ഐക്കറിനെയും നോഡൽ ഏജൻസിനെയും ഇന്ത്യനെ UN പോലത്തെ ഏജൻസിയിൽ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റെപ്രസെന്റ് ചെയ്യുന്നതും DARE എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. സോ നമുക്ക് സോഴ്സ് നോക്കാം. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, DARE എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് അഗ്രി ഫാമേഴ്സ് വെൽഫെയർ. അതുകൊണ്ടാണ് ഈ സോഴ്സിൽ DARE എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ PIBയിൽ ഉള്ളതുകൊണ്ടാണ് ഐ ക്രിയേറ്റഡ് എ ക്വസ്റ്റ്യൻ വിത്ത് DARE. സോ ഇനി എന്തായാലും നിങ്ങൾ DARE ഓർത്ത് വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞു. സോ ഒബ്വിയസ്ലി 1973 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്, അപെക്സ് ബോഡിയാണ് അഗ്രി റിസർച്ചിന്. ഐക്കർ പോലത്തെ ഒരുപാട് അഗ്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പവർ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയും കൂടാണ് DARE എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് അഗ്രി കോർഡിനേഷൻ ഉണ്ട്, അതേപോലെ ടെക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. ലയസൺ ചെയ്യുന്നുണ്ട്. UN ഏജൻസി, CGIAR, അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും DARE തന്നെയാണ്. പിന്നെ ഫോറിൻ അഡ്മിഷൻ സ്റ്റുഡൻസ് ഐക്കറിലേക്ക് മറ്റ് അതിൻ്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നതും DARE ആണ് എന്ന് പറയുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ മെയിൻസ് ക്വസ്റ്റ്യൻ ഹിയർ.
let's quickly get a question here. Evaluate the role of public agricultural research in reducing India's dependence on imported technologies, seeds and agriculture inputs. എത്രത്തോളം ഇന്ത്യയുടെ പബ്ലിക് റിസർച്ച്, പ്രത്യേകിച്ച് പബ്ലിക് അഗ്രികൾച്ചർ റിസർച്ചസ് എത്രത്തോളം നമ്മുടെ ടെക്നോളജി, നമ്മുടെ ഓവർ ഇന്ത്യ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ടെക്നോളജി, സീഡ്സ് ആൻഡ് അഗ്രി ഇമ്പോർട്ടിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ നമ്മൾ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. വെൻ ദ ക്വസ്റ്റൻ ഇസ് ഓൾ അബൌട്ട് ദ വെരി സീരിയസ് അബൌട്ട് പബ്ലിക് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് സൈറ്റ് ചെയ്ത് കോട്ട് ചെയ്ത് എഴുതാനുള്ള കോണ്ടന്റ് ഉണ്ടാവണം. വെറുതെ റാൻഡംലി ബ്ലഫ് ചെയ്തിട്ട് കാര്യമില്ല. സോ തിങ്ക് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ടു. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഐ തോട്ട് വി ഷുഡ് മേക്ക് എ ക്വസ്റ്റ്യൻ എസ് അടുത്ത. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PIBയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് UPSC ചെയർമാൻ തന്നെ പറയുന്നത് യു ഹാവ് ടു ബി very sure about what's coming in the government reports. Okay, let's move on to the next question. Yes, Kuvempu. Consider the following statements regarding Kuvempu. That's why we have an idea. But current affairs, Kuvempu was the pen name of Kuppalil Venkatappa Puttappa. A literature figure. He was one of the foremost writers of the Kannada Navodaya movement. This Kannada Navodaya movement. The title Rashtra Kavi was conferred on him by the government of India. The Hachivu Kannadada Deepa is the state anthem of Karnataka written by Kuvempu. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ രാഷ്ട്ര കവി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല, ഗവൺമെന്റ് ഓഫ് കർണാടകയാണ് കൊടുത്തിരിക്കുന്നത്. ഇതല്ല കർണാടകയുടെ സ്റ്റേറ്റ് ആന്തം. പക്ഷെ കർണാടകയുടെ സ്റ്റേറ്റ് ആന്തം എഴുതിയിരിക്കുന്നത് കുവെമ്പാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. ആൻഡ് ഹി വാസ് ദ ഫോർമോസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ നവോദയ മൂവ്മെന്റ് ഓഫ് കർണാടക. സോ ഇതും PIBയിൽ ഉണ്ടായിരുന്നു. സോ ദി ആൻസർ ഇസ് ഒബ്വിയസ്ലി 1 and 2. ബാക്കി സ്റ്റേറ്റ്മെന്റുകളെല്ലാം തെറ്റാണ്. സോ അതെല്ലാം ഏകദേശം കറക്റ്റ് ആണ്, പക്ഷേ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ സോഴ്സസ് ഫസ്റ്റ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ അടുത്ത് കർണാടകയിലെ വിവേക സ്മാരക കൊണ്ടുവന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് ലെജൻഡറി മോങ്ക് ആൻഡ് സ്കോളേഴ്സ് ലൈക്ക് കുവെമ്പുവിനെ കുറിച്ചിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തതുകൊണ്ടാണ് കുവെമ്പു എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തത്. ദിസ് ഇസ് ദ ലെജൻഡറി റൈറ്റർ കുവെമ്പു. അപ്പോൾ കുവെമ്പുവിൻ്റെ സംഭവം നോക്കുമ്പോൾ കന്നഡ ഭാഷയിൽ നവോദയ, കന്നഡ റിനൈസൻസിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഒരുപാട് പോയിട്രി, എപ്പിക്, നോവൽ, ഡ്രാമ, ക്രിറ്റിസിസം എല്ലാം ഉണ്ട്. ഹീസ് കോൾഡ് ദ രാഷ്ട്ര കവി. കർണാടക ഗവൺമെന്റ് കൊടുത്തതാണ്. ഫിലോസഫി എന്ന് പറയുന്നത് വിശ്വമാനവ ഓർ യൂണിവേഴ്സൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദ മഞ്ജുമത വിശ്വപഥ, ഹ്യൂമാനിറ്റി ഈസ് ദ റിലീജിയൻ, ദ വേൾഡ് ഇസ് ദ പാത്ത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മെയിൻ ഫാക്ടർ വരുന്നത്. ആൻഡ് അദ്ദേഹം തന്നെയാണ് അവിടുത്തെ സ്റ്റേറ്റ് ആന്തം എഴുതിയത്. പക്ഷെ സ്റ്റേറ്റ് ആന്തത്തിന്റെ പേര് അതല്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് ആന്തം കുവെമ്പു തന്നെയാണ് എഴുതിയത്. സോ ദിസ് ഇസ് അനദർ മെയിൻസ് ക്വസ്റ്റ്യൻ, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീടെല്ലിങ്സ് ഓഫ് എപ്പിക്സ് are not merely literary exercises but also reflections on contemporary social values. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും GS പേപ്പർ 1 അവസാനം ഇതേപോലെ ലാംഗ്വേജ്, കൾച്ചർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കഥകൾ എപ്പിക്സിനെ പുതിയ രീതിയിൽ എഴുതുന്നത് ലിറ്റററി റിഫ്ലക്ഷൻ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ റിഫ്ലക്ഷൻ ഓഫ് ദ കണ്ടംപററി സോഷ്യൽ വാല്യൂസ്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് ഇസ് യുവർ വ്യൂ ഓൺ ദിസ്? സൂട്ടബിൾ എക്സാമ്പിൾസ് വെച്ച് തന്നെ എഴുതണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് എഴുതണം, റാൻഡംലി ബ്ലഫ് ചെയ്തിട്ട് കാര്യമില്ല. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. PIBന്ന് നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. യെസ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ്, എക്സാക്ട്ലി UPSC ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ആന്ധ്രാപ്രദേശ് ആൻഡ് കൺസിഡർ ദ ഫോളോയിങ് മാച്ച് ദ ഫോളോയിങ് പെയർസ്. കറണ്ട് അഫയേഴ്സ് തന്നെ എടുത്തിരിക്കുന്നതാണ്. ധിംസ ഒരു ട്രൈബൽ ഡാൻസ് ആണ്. മുലപേട്ട ഒരു ഗ്രീൻഫീൽഡ് പോർട്ട് പ്രൊജക്റ്റ് ആണ് ആന്ധ്രയിലെ. രാമയ്യപട്ടണം ആന്ധ്രയിലെ ഒരു പോർട്ട് പ്രൊജക്റ്റ് ആണ്. മറ്റേത് ഗ്രീൻഫീൽഡ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലൂരി സീതാരാമരാജു റംപാർ റിബല്യനായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്. സോ ഇത് ടിപ്പിക്കൽ UPSC 2023 ശേഷം എന്നൊരു ടൈപ്പ്, പോപ്പുലർ ആയ ഒരു ടൈപ്പ്. ഓൺലി 1, ഓൺലി 2, ഓൺലി 3, ഓൾ 4. സോ വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്? ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്ക് ഇതൊന്നും, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ആസ്പിരൻസ്, ഇതൊന്നും ഒരിക്കലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിനോ നമുക്കിത് കിട്ടാൻ ചാൻസ് കുറവാണ്. സോ ദാറ്റ്സ് വൈ PIB ഇസ് എ ഗോൾഡ് മൈൻ. സോ ലെറ്റ്സ് ഗോ ടു ദിസ്. ആൻഡ് ഇതിനകത്ത് ധിംസ എന്താണ് ശരി ഉത്തരം എന്ന് നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് ധിംസ എന്ന് പറയുന്നത്
ഡെഫിനറ്റ്ലി ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു ട്രൈബൽ ഡാൻസ് ഫോം തന്നെയാണ് അരക്കു റീജിയൻ ഈസ്റ്റേൺ ഘാട്സിലെ. ദ മുളപ്പേട്ട എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രീൻഫീൽഡ് പോർട്ട് പ്രൊജക്ട് തന്നെയാണ്. രാമയപട്ടണം അവിടുത്തെ ഡീപ്പ് വാട്ടർ പ്രൊജക്റ്റ് ആണ്. സോ വാട്ട് ഇസ് എ ഡീപ്പ് വാട്ടർ പ്രൊജക്ട്? അപ്പോൾ അതും ഡീപ്പ് വാട്ടർ ഗ്രീൻഫീൽഡ് ആണത്. അല്ലൂരി സീതാരാമ ഡെഫിനറ്റ്ലി റംപ റിബല്യൻ എന്ന് പറയുന്നത്. സോ ഓൾ ഫോർ ആർ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓൾ ഫോർ തന്നെയാണ് ഇതിന്റെ കറക്റ്റ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. Now I'll take you to the source of this question. Narendra Modi lays foundation of the Vizianagaram and Andhra Pradeshile Bhogapuram എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ഭോഗപുരം അപ്പോൾ അല്ലൂരി സീതാരാമ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഭോഗപുരം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും നോ അബൌട്ട് ദിസ്. ലെറ്റ്സ് ക്വിക്ലി ഗോ അബൌട്ട് ദിസ്. ഇതിനകത്ത് ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് ധിംസ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഡാൻസ് തന്നെയാണ്. അത് ഈസ്റ്റേൺ ഘാട്സിലെ വളരെ ഫേമസ് ആയിട്ട് അരക്കു ഹിൽ വാലി. സോ അരക്കു ട്രൈബൽ ഡാൻസ്, അരക്കു ഹിൽ വാലി എന്ന് പറയുന്നത് ആന്ധ്രയിൽ തന്നെ ഉള്ളതാണ്. മൊറി, തുടം, ഡപ്പ് എന്ന് പറയുന്ന കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നതാണ് ധിംസ എന്ന് പറയുന്ന ഡാൻസ് ഫോം. അതുപോലെ തന്നെ മുളപ്പേട്ട എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രീൻഫീൽഡ് പോർട്ടാണ്, അവിടുത്തെ ഗ്രീൻഫീൽഡ് പോർട്ട്. സോ ഇതും ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് മുളപ്പേട്ട എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണ്. ആൻഡ് രാമയ്യപട്ടണം ഇസ് ഓൾസോ ഇറ്റ്സ് ആക്ച്വലി സാധാരണ ആന്ധ്രയിലാണ്. ഡീപ്പ് വാട്ടർ പോർട്ടാണ്. അപ്പോൾ ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഴിഞ്ഞം എന്നൊക്കെ പറയുന്ന പോലെ ഹൈ ഓഫൺ എക്സ്റ്റെൻസീവ് ഡ്രഡ്ജിങ് ചെയ്യാൻ പറ്റുന്ന വലിയ കാർഗോ ഷിപ്പുകൾക്ക് വരാൻ പറ്റുന്ന ഡീപ്പ് പോർട്ടാണ്. ഗ്രീൻഫീൽഡ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു പുതിയ അൺഡെവലപ്മെന്റ് ലാൻഡ് അതിൽ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നതാണ്. അതിൽ ഗ്രീൻഫീൽഡ്, ബ്രൗൺ ഫീൽഡ് എന്ന് പറയുന്ന വ്യത്യാസം ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലൂരി സീതാരാമ, ഇഫ് യു വാച്ച് ദ മൂവി RRR, അതിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്, രാം ചരണിനെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത് അല്ലൂരി സീതാരാമയാണ്. റംപ മാന്യം റിബല്യൻ എന്ന് പറയുന്ന 1922-24 ആണ്, 1857 ശേഷം. സോ ഇറ്റ്സ് ആഫ്റ്റർ 1857. വിശാഖപട്ടണം ഗോദാവരി ട്രാക്സിലാണ് മദ്രാസ് പ്രസിഡൻസിയിൽ ഈ റംപ മന്യം റിബല്യൻ നടന്നിരിക്കുന്നത്. സോ ഓർത്ത് വെക്കുക. ഐ ഹാവ് എ മെയിൻസ് ക്വസ്റ്റ്യൻ ഫോർ യു. ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. India's infrastructure push must balance the need for new capacity with land conservation, environmental sustainability, and rehabilitation of affected community. Discuss. So whenever you create a new infrastructure project, definite item you need to balance it with new capacity. Or item you need new capacity. On top of that, you need land conservation, environmental sustainability, and obviously you need to be very clear about the rehabilitation of affected communities. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റും ഇതിനകത്ത് നമുക്ക് ഉണ്ടാവണം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. യെസ്, അനദർ ക്വസ്റ്റ്യൻ ഫ്രം സ്പോർട്സ്. കഴിഞ്ഞ കുറച്ചായിട്ട് സ്പോർട്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് UPSC. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മെൻസ് ഡെക്കാത്ലൻ? അങ്ങനെ വരുമ്പോൾ ഇതൊരു 6 സ്റ്റേറ്റ്മെന്റ് ആണ്. 200 meters ട്രിപ്പിൾ ജംപ്, 400 meters, 400 meters ഹേർഡിൽ, 800 meters പോൾ വോൾട്ട്. അപ്പോൾ ഇതിൽ 200, അപ്പോൾ ഡെക്കാത്ലൻ എന്താണെന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കണം നമ്മൾ. ഇത് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് നമുക്ക് പറയാം. സോ സ്പോർട്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡെക്കാത്ലൻ എന്ന് പറയുമ്പോൾ 200 meter എന്തായാലും ഇല്ല. ഡെക്കാത്ലനിൽ 200 meters ഇല്ല. ട്രിപ്പിൾ ജംപ് ഇല്ല. ലോങ് ജംപ് ഉണ്ട്, ട്രിപ്പിൾ ജംപ് ഇല്ല. ആൻഡ് അതേപോലെ തന്നെ 400 meter ഹേർഡിൽസ് ഇല്ല. 400 meters ഉണ്ട്. അതുപോലെ 800 meters ഇല്ല. 1500 ആണുള്ളത്. പോൾ വോൾട്ട് ഉണ്ട്. സോ ദാറ്റ് യു ക്യാൻ സി നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ 1, 2, 4 and 5 ആണ്. 1, 2, 4 and 5 ആണ്. ഇല്ലാത്ത പോൾ വോൾട്ട്, ഇത് മെൻസ് ഡെക്കാത്ലനിൽ ഇല്ലാത്ത ഇവന്റ്സ് എന്ന് പറയുന്നത് 1, 2, 4, 5 ആണ്. സോ എന്താണ് ഡെക്കാത്ലനിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഇവന്റ് ആണ് നമ്മൾ കളിക്കേണ്ടത്. ഡെക്ക എന്ന് പറഞ്ഞാൽ 10. 100 meter ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ട്രിപ്പിൾ ജമ്പ് ഇല്ല, ഷോർട്ട് പുട്ട് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്, 400 meters ഉണ്ട്, ഹേർഡിൽസ് ഇല്ല, 110 hurdles ആണ്, ഡിസ്കസ് ത്രോ ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്, ഹാമർ ത്രോ ഇല്ല, പോൾ വോൾട്ട് ഉണ്ട്, ജാവ്ലിൻ ത്രോ ഉണ്ട്, 1500 meter ഉണ്ട്, 800 meters ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡെക്കാത്ലൻ എന്താണെന്ന് അറിയാന്നുള്ളൊരു ബേസിക്. കാരണം തേജസ്വിൻ ശങ്കർ has won the bronze in decathlon at the Commonwealth Games 2026. തേജസ്വിൻ ശങ്കറിന് ബ്രോൺസ് മെഡൽ ആണ് ഡെക്കാത്ലനിൽ കിട്ടിയിരിക്കുന്നത്. 10 ഇവന്റിൽ പങ്കെടുക്കണം. അതാണ് ഇതിനകത്ത്. ഓരോ ഇവന്റിനും ജയിക്കണം എന്നല്ല, ഓരോ ഇവന്റിന്റെയും പോയിന്റ് ആണ് കണക്കാക്കുന്നത്. സോ അതാണ് ഡെക്കാത്ലൻ എന്ന് പറയുന്ന ആ ഒരു ഇവന്റ്. 10 ഇവന്റ് ഇതുപോലെ കാണുന്ന 10 ഇവന്റ് നമുക്ക് നോക്കണം. യു ക്യാൻ ആക്ച്വലി
ജമ്പ് ഉണ്ട്, സ്പ്രിന്റ് ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്, പോൾ വോൾട്ട്, ഇത് പോൾ വോൾട്ട് ഉണ്ട്, ജാവലിൻ ത്രോ ഉണ്ട്, ഹൈ ജമ്പ്. അപ്പൊ ആവശ്യത്തിന് നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഗെയിംസിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു 10 ഗെയിമുകളുടെ പേരില്ല ഇന്ത്യയിൽ ഒരു ചാമ്പ്യൻ വന്നതുകൊണ്ടാണ് ഡെക്കാത്ലനെ കുറിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത്. ഐ തിങ്ക് ദാറ്റ് വാസ് വെരി ക്ലിയർ. ഇതൊരു പ്രീമിയം 10-day ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ് ആണ്, 2 ദിവസം കൊണ്ട് നടക്കുന്നത്. ഹയസ്റ്റ് അഗ്രിഗേറ്റ് പോയിന്റ്സ് ആണ് വേണ്ടത്. ഡെക്ക മീൻസ് 10, അത്ലോൺ മീൻസ് കോണ്ടെക്സ്റ്റ്, ഗ്രീക്ക് വാക്കാണ് ഡെക്കാത്ലൻ എന്ന് പറയുന്നത്. സോ 1912 ഒളിമ്പിക്സ് തൊട്ടേ ഡെക്കാത്ലൻ ഉണ്ട്. അന്നത്തെ ഏറ്റവും വലിയൊരു ജിം തോർപ്പ് എന്ന് പറയുന്ന USA ഒരു ഐക്കണാണ്. ഒരു ഇവന്റിൽ തോറ്റുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്താവുമൊന്നുമില്ല, 0 points ആവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെക്കാത്ലൻ്റെ 10 എണ്ണത്തിൽ ഒന്നിൽ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പോയിന്റ് തോക്കുന്നില്ല, 0 points ആയിരിക്കും ഉണ്ടാവുക. ഡിസ്കസ് ഉണ്ട്, പക്ഷേ ഹാമർ ത്രോ ഇല്ല എന്നുള്ളതും കൂടെ പ്രത്യേകം ഓർത്ത് വെക്കുക. ദാറ്റ്സ് വൈ ഐ ടുക്ക് ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. PIB എന്നുള്ള അടുത്ത പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് നോക്കാം. യെസ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ടു റുവാണ്ട. റുവാണ്ട എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ കൺട്രി. റുവാണ്ട ഇസ് ലാൻഡ് ലോക്ക് കൺട്രി ഇൻ ദ ഗ്രേറ്റ് ലേക്സ് റീജിയൻ ഓഫ് ആഫ്രിക്ക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ, ഗ്രേറ്റ് ലേക്സ് റീജിയൻ ഓഫ് ആഫ്രിക്കയിലാണോ? ആൻഡ് ഇറ്റ് ഷെയർസ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് തൻസാനിയ, ലാർജ്ലി അലോങ് ലേക്ക് കിവു. 2026-ലും 2025-ലും ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ കൺട്രീസും അതിൻ്റെ പ്രധാനപ്പെട്ട ലേക്ക് കിവുലാണോ? Kigali, the capital of Rwanda, lies on the border with the Democratic Republic of Congo. This is a very tough question. Even if you know about Rwanda, cracking this question is very difficult because ഇതിന്റെ geography അറിഞ്ഞാൽ മാത്രമേ ഇത് crack ചെയ്യാൻ പറ്റുള്ളൂ. So let's see. The answer is only one. Rwanda is a landlocked country, correct, in the Great Lakes region ആണ്. ബാക്കി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം തെറ്റാണ്. അപ്പോൾ ഇതിന്റെ ആദ്യം അറിയേണ്ടത്, obviously Rwanda's western border is with DRC. Tanzania lies to the east. വ്യത്യാസമുണ്ട്. Kigali is in central Rwanda, not on the Congo border. അപ്പോൾ കിഗാലി വളരെ ഫേമസ് ആണ്, എഗ്രിമെന്റിന്റെ കിഗാലി. സോ സോഴ്സ് കണ്ടോ, എന്തിനാണ് ഇത് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യ ആൻഡ് റുവാണ്ട ജോയിന്റ് ബയലാറ്ററൽ ട്രേഡ് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ റുവാണ്ടയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. എക്സാക്ട്ലി ഹൗ UPSC വുഡ് ഹാവ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ. സോ അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. നമുക്ക് അതിന്റെ മാപ്പ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഈ റീജിയനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രാജ്യമാണ് റുവാണ്ട എന്ന് പറയുന്നത്. തൊട്ടടുത്ത് യു ക്യാൻ സി ടൻസാനിയ, അതുപോലെ തന്നെ യു ക്യാൻ സി പാർട്സ് ഓഫ് ഉഗാണ്ട. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോങ്കോ ഇറ്റ്സ് എ ബിഗ് കൺട്രി. അതിൽ ലേക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ലാൻഡ് ലോക്ഡ് കൺട്രിയാണ്, ഗ്രേറ്റ് ലേക്സ് റീജിയനിലാണ്. നോർത്തേൺ സൈഡിലേക്ക് ഉഗാണ്ട, ഈസ്റ്റിലേക്ക് തൻസാനിയ, സൗത്തിലേക്ക് ബറുണ്ടി, വെസ്റ്റിലേക്ക് കോങ്കോ. സോ ഏകദേശം വെസ്റ്റിലേക്ക് കോങ്കോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബുറുണ്ടിയാണ്, ഇവിടെ ഏകദേശം തൻസാനിയാണ് കിടക്കുന്നത്, മുകളിൽ ഉഗാണ്ടയാണ് കിടക്കുന്നത്. ആൻഡ് വെസ്റ്റേൺ ബോർഡർ, ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് ലേക്ക് കിവു ആൻഡ് ദ റുസീസി റിവർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കോങ്കോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. സോ ലേക്ക് കിവു ആൻഡ് റുസീസി റിവർ എന്ന് പറഞ്ഞ റിവറും ഇതിന്റെ ഭാഗമാണ്. സോ നോ ദ ജോഗ്രഫി ഓഫ് ദ റീജിയൻ. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് ഇന്ത്യയും റുവാണ്ടയും ഭയങ്കര റിലേഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ റുവാണ്ടയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രഗ്സും മരുന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. 2-wheeler കൊടുക്കുന്നുണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ. പ്രധാനമായിട്ടും റുവാണ്ടയിൽ നിന്നും ഇന്ത്യക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൾസോ PYQ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റുവാണ്ട ഗിവിംഗ് ബാക്ക് ടു ഇന്ത്യ എന്നുള്ളതും ഒരു PYQ ഏരിയ ആണ്. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ആൻഡ് എന്തൊക്കെയാണ് റുവാണ്ടയുടെ മേജർ എന്ന് പറഞ്ഞാൽ, ലെഡ്, കോപ്പർ ആൻഡ് മിനറൽസ് റുവാണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓയില്, പ്രഷ്യസ്, പിന്നെ അവോക്കാഡോസ്, ഫ്രൂട്ട്സ്, ഓയിൽസ്, ടീ, കോഫി, മിനറൽസ്, ലെഡ്, കോപ്പർ കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആൻഡ് ഹൗ മെനി ഓഫ് യു ഹേർഡ് അബൌട്ട് ദിസ് മാക്കഡാമിയ? ഇത് കണ്ടിട്ടുണ്ടോ? ഇത് എന്താണ്? നട്ട്സ് പോലത്തെ ഒരു സംഭവമാണ്. അതും റുവാണ്ട ഇന്ത്യയിലേക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയാം? ഹൗ മെനി ഓഫ് യു ഈവൻ ഹേർഡ് അബൌട്ട് ദിസ് മാക്കഡാമിയ എന്ന് പറയുന്നത്? ഇതാണ് മാക്കഡാമിയ. റുവാണ്ട ഇന്ത്യയിലേക്ക് തരുന്ന നട്ട്സ് ആണ്. ഇറ്റ് ഈസ് ദ മാക്കഡാമിയ നട്ട്സ് എന്ന് പറയുന്നത്. സോ നോ അബൌട്ട് ദിസ്. ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഈസി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ. ആൻഡ് പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളോടെ ഉണ്ട്. ഇന്ത്യ റുവാണ്ടയിൽ കോപ്പറും ഇത് മാത്രമല്ല, ടിന്നും ടങ്സ്റ്റനും ടൻതാലും റിസോഴ്സസ് ഉണ്ട്. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതും ഇന്ത്യയുടെ ഒരു പ്രധാന ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ഇന്ത്യ ഈസ് റുവാണ്ട സെക്കൻഡ് ലാർജസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റർ. അപ്പോൾ റുവാണ്ടയുടെ രണ്ടാമത്തെ ആളും കൂടെയാണ്. ഇത്തരം ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക.
ഈസ്റ്റേൺ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി EAC, കൊമേസ, ആഫ്റ്റ എന്ന് പറയുന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ, ഇതെല്ലാം റുവാണ്ട ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കൊമേസ, ആഫ്റ്റ, EAC എന്ന് പറയുന്ന കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കാവുന്നതാണ്. So let's go for a mains question here. Critical minerals, digital public infrastructure DPI and health corporation are emerging pillars of India's engagement with Africa. ഒരു രാജ്യം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മിനറൽസും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും ഹെൽത്ത് ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യ ആഫ്രിക്കൻ തമ്മിൽ പ്രധാനമായിട്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല രീതിയിൽ എഴുതാവുന്ന ഒരു ചോദ്യമാണ്. And moving on to the, I think, last area of this session. Yes, we have a good question from, consider the following with reference to CAQM, Commission for Air Quality Management, or CAQM എന്ന് പറയുന്ന വെച്ചിട്ടൊരു സംഭവമാണ്. CAQM is a non-statutory body established by the government of Delhi. അതൊരു സ്റ്റേറ്റ്മെന്റ്. CAQM സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ റീപ്ലേസ് ചെയ്തു പ്രിൻസിപ്പൽ ബോഡി ആയിട്ട്. അതൊരു സ്റ്റേറ്റ്മെന്റ്. CAQMന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഡൽഹിയാണ്, മറ്റ് സ്റ്റേറ്റ്സിലേക്ക് കൺഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഇത് വായിക്കുമ്പോൾ, ഇഫ് യു റെഡ് CAQM യു വിൽ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദാറ്റ് ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. എല്ലാം തെറ്റാണ്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതൊരിക്കലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അല്ല റീപ്ലേസ് ചെയ്തത്. ആൻഡ് ഇത് ഡൽഹി മാത്രം കൺഫൈൻഡ് അല്ല, ഹരിയാന, രാജസ്ഥാൻ ആൻഡ് സം പോർഷൻസ്, പഞ്ചാബിന്റെ ഡിസ്കഷൻ പോയിന്റ്സിൽ വരെ CAQMന് റൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അതിന്റെ പ്രധാനപ്പെട്ട നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഹരിയാന, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ ആൻഡ് കോർഡിനേറ്റ്സ് വിത്ത് പഞ്ചാബ് ഓൺ എയർ പൊല്യൂഷൻ. സോ ഡയറക്ട്ലി ഡൽഹി മാത്രമല്ല, റീപ്ലേസ് ചെയ്തത് പൊല്യൂഷൻ കൺട്രോളിനെ അല്ല, എപ്സ എന്ന് പറയുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് അതോറിറ്റിയാണ്, പ്രിവെൻഷൻ കൺട്രോൾ അതോറിറ്റിയാണ് ഇത് കൊണ്ടുവന്നത്. സോ ഇറ്റ് ഇസ് ക്രിയേറ്റഡ്, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി സെൻട്രൽ ബോഡി. ഡൽഹി അഡ്ജോയിനിങ് ഏരിയാസിൽ എയർ ക്വാളിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് CAQM കൊണ്ടുവന്നത്, അല്ലാതെ ഇന്ത്യ മൊത്തം കൊണ്ടുവരാൻ വേണ്ടി അല്ല. ഡൽഹി അഡ്ജോയിനിങ് റീജിയനിലാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഓർത്തിരിക്കുക. സോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എൻഫോഴ്സ്മെന്റ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, CAQMന് ഇതേപോലത്തെ ഒരുപാട് ETF ഉണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള. CAQMന് ഇതേപോലെയുള്ള ടാസ്ക് ഫോഴ്സുകൾ ഉണ്ടെന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. സോ ദിസ് ഈസ് ദി കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന CAQM എന്ന് പറയുന്ന ഓർത്ത് വയ്ക്കുക. സോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എപ്കയാണ് റീപ്ലേസ് ചെയ്തത് ഡൽഹി റീജിയനിൽ. ആൻഡ് എന്തിനാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ പൊല്യൂഷൻ മാത്രമല്ലല്ലോ, ഇൻഡസ്ട്രിയൽ എമിഷൻസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ, വെഹിക്കിൾ, ഡീസൽ, വേസ്റ്റ് ബേണിംഗ്, തെർമൽ, ക്രോപ്പ് റെസിഡ്യൂ, ഇതെല്ലാം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാനും ടാക്കിൾ ചെയ്യാനും യു നീഡ് എൻ ഏജൻസി ഓർ ടു മോണിറ്റർ തിങ്സ്. അതാണ് CAQM എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പ്ലാൻ ഉണ്ടാക്കാനുണ്ട്, പ്രിവെന്റ് ചെയ്യാനുണ്ട്, കോർഡിനേഷൻ യൂണിയൻ മിനിസ്ട്രി സ്റ്റേറ്റ് ഉണ്ടാക്കാനുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട്, ബൈൻഡിങ് ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും, പൊല്യൂഷൻ അഗ്രിവേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാപ്പ്, ഗ്രേഡഡ് ആക്ഷൻ റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്ന ഗ്രാപ്പ് മോണിറ്റർ ചെയ്യാനും CAQM തന്നെയാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഗ്രേഡഡ് ആക്ഷൻ റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ആണ് ഗ്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം CAQMന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. So let's take a question. The Commission for Air Quality Management represents an institutional response to the transboundary nature of air pollution in the National Capital Region. Examine its role, powers and implementation challenges. എന്തായാലും CAQM is going to be a big thing in the capital region and the adjoining region. So what is the role of this? What are the powers and what do you think are the implementation challenges regarding this? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഏകദേശം you will get an idea. So that was this session, our first class of current affairs. I hope you like the session. ഇത്തരം കോണ്ടന്റുകൾ PIB നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. So I'll try my effort to give you maximum number of questions. So do follow our channel and do comment what you felt and any suggestions that you want. I'll definitely go on that. So thank you and keep watching IAS Factor. Thank you.